ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ഭാഗം സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. പകുതി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം, അതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചുരിദാർ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് സ്ലീവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒരു അര ഇഞ്ചിൽ സീം അലവൻസിൽ നിന്ന് ഒരു അര ഇഞ്ചിൽ ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് കറക്റ്റ് അളവല്ല, സീം അലവൻസിൻ്റെ അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു വരാം. കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് വരെ. സ്ലിറ്റിൻ്റെ ഒരു 3 ഇഞ്ച് മുകളിലത് സ്ലിറ്റിൻ്റെ അളവ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു 3 ഇഞ്ച് മുകളിലേക്ക് നിർത്തണം. ഓക്കെ, അതിൽ സ്ലിറ്റിൻ്റെ അടുത്തേക്ക് പോകരുത്. 3 ഇഞ്ച് മുകളിലേക്ക് നിർത്തിയിട്ട് വേണം ഈ ഒരു അര ഇഞ്ചിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ ചുരിദാർ നമ്മളിനി അളവൊക്കെ അടയാളപ്പെടുത്തുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതുപോലെ നമുക്ക് രണ്ട് വശവും അതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ സ്ലീവ് ജോയിൻ ചെയ്ത സീം അലവൻസ് സ്ലീവിൻ്റെ ഭാഗത്തേക്കായിരിക്കണം, മുകളിലേക്കായിരിക്കണം, ബോഡിയുടെ ഭാഗത്തേക്കായിരിക്കരുത്. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ രണ്ട് വശത്തും ഒരു അര ഇഞ്ചിൽ സീം അലവൻസിൽ ഒരു അര ഇഞ്ചിൽ മാത്രം എടുത്തിട്ട് നമ്മൾ 1.5 ഇഞ്ചിൽ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു അര ഇഞ്ചിൽ അറ്റത്തിട്ടിട്ട് ആണ് ചെയ്യേണ്ടത് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സ്ലിറ്റിൻ്റെ അടുത്തേക്ക് പോകരുത്, ഒരു 3 ഇഞ്ച് മുകളിലേക്ക്, അത് മാറിപ്പോകരുത്, മുകളിലേക്ക് വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങ് താഴോട്ടേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ രണ്ട് വശം അങ്ങനെ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളകിപ്പോവില്ല നമ്മൾ ഇതൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ. ഓക്കെ, ഇനി ഓരോ ഭാഗവും നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം 1.5 ഇഞ്ചിലാണ് നമ്മൾ സീം കൊടുത്തിരിക്കുന്നത്. സ്ലിറ്റിൻ്റെ സ്ഥലത്ത് 1 ഇഞ്ചിലും അവിടെ 1 ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ 3 ഭാഗത്തും. അപ്പോൾ നോച്ചൊക്കെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഉള്ളത്, എവിടെയാണ് നമ്മൾ അളവ് വരുന്നതെന്ന് നോച്ചിടുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നോച്ചിടണം എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് അളവ് അവിടെ അടയാളപ്പെടുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവിൽ നമ്മളിങ്ങനെ ഒരു ബെൻഡ് കൊടുത്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം ഇങ്ങനെയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ ബൈസപ്പ്, ആ ബൈസപ്പൊക്കെ കറക്റ്റ് ആകുമ്പോൾ നമുക്കവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബൈസപ്പ് കൂടുതലാകുമ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ ബെൻഡിലൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി അപ്പോൾ താഴെ വരെ നമ്മൾ സാധാരണ പോലെ തന്നെ അളവിൽ സാധാരണ പോലെ തന്നെ അടിച്ച് താഴെ വരെ വരിക. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചേ കൊടുക്കാൻ പാടുള്ളൂ. അവിടെയും കൊടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൂചി കുത്തി നിർത്തി നേരെ ഓപ്പോസിറ്റേക്ക് തിരിച്ച് വയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു കുറച്ചൊന്ന് 3-4 വട്ടം ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു 4 ഇഞ്ച് ഇടവിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 4 ഇഞ്ച് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 സ്റ്റിച്ച് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ കുറച്ച് ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു ഒരു 2 ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ മുകളിൽ നിന്ന് വന്ന അതേ സ്റ്റിച്ചിൽ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് അടിക്കുമ്പോൾ 2 ഇഞ്ചിൽ മുകളിലേക്ക് വന്നിട്ട് വേണം പിന്നെ 4 ഇഞ്ചിൽ പുറകെ, അതായത് പുറത്തേക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്ലിറ്റിൻ്റെ ഭാഗത്തുനിന്നേ നമ്മൾ 4 ഇഞ്ചിൽ പുറത്തേക്ക് സ്റ്റിച്ച് കൊടുക്കരുത്. അപ്പോൾ സ്ലിറ്റ് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത വശവും ചെയ്തെടുക്കണം. നമ്മുടെ സ്ലീവിന് എക്സാക്റ്റ് അളവ് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നാൽ മതി, ഒന്നും പേടിക്കാനില്ല. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ സീം അലവൻസൊക്കെ പറഞ്ഞതുപോലെ തന്നെ മുകളിലേക്ക് ആക്കി വെച്ചിട്ട് വേണം താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അപ്പോൾ 2 സ്റ്റിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി. ഇനി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ചും കൂടി അവിടെ സീമിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉൾവശമാണ് എടുക്കേണ്ടത്. ഉൾവശം എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗം, ബാക്ക് സൈഡാണോ ഫ്രണ്ട് സൈഡാണോ
ഏതെങ്കിലും ഒരു ഭാഗം ഉൾഭാഗം എടുത്തിട്ട് അതായത് ചീത്ത വശത്തേക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിങ്ങനെ അരയിഞ്ചിൽ മടക്കി പിന്നെ ഒരു അരയിഞ്ചിൽ മടക്കാം. ഇവിടെ താഴത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അരയിഞ്ചാണ് 3/4 ഇഞ്ചായാലും പ്രശ്നമൊന്നുമില്ല. അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും പ്രശ്നമൊന്നുമില്ല. താഴെയൊന്നും കറക്റ്റ് അളവ് അരയിഞ്ച് വെച്ച് 1 ഇഞ്ച് വേണമെന്നൊന്നും നിർബന്ധമില്ല. മുകളിലേക്ക് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് വി ഷേപ്പിൽ വരുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അവിടെ വരുമ്പോൾ അരയും 1 ഇഞ്ചിൽ മാത്രമേ മടക്കാൻ പാടുള്ളൂ. അത്രയും ഉണ്ടാവാൻ പാടുള്ളൂ മടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അവിടെ കുത്തി നിർത്തുക. ഒരു സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാം. എന്നിട്ട് അടുത്ത വശവും അതുപോലെ മടക്കി വെക്കണം. അതിനുശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാൻ പാടുള്ളൂ. മടക്കി വെച്ചതിന് ശേഷം എന്നിട്ട് താഴ്ഭാഗത്തേക്ക് നീറ്റായിട്ട് അടിച്ചു വരാം. അപ്പോൾ നമ്മൾ ലൈനിങ് ചുരിദാർ ആണെങ്കിൽ, ലൈനിങ് ടോപ്പ് ആകുമ്പോൾ നമ്മളിങ്ങനെ എങ്ങനെയാണ് ഈ സ്ലിറ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലൈനിങ് പാർട്ടും നല്ല പാർട്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുക. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. രണ്ട് ലൈനിങ് ഭാഗവും നല്ല വശവും മാറിപ്പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വശവും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചിട്ട് മെല്ലെ 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 ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ സംഭവം നമുക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് മുകളിലെത്തുമ്പോൾ 1 ഇഞ്ചിന് മടക്കുക. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു 4-5 തവണ ഒന്ന് ട്രൈ ചെയ്താൽ തന്നെ നമുക്കിത് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. ചുളിഞ്ഞ് പോകുന്നില്ല. പിന്നെ ചുളിഞ്ഞ് പോകാൻ, അതായത് ഇങ്ങനെ റൗണ്ടായിട്ട് ചുളിഞ്ഞ് പോകാനുള്ള എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെയുള്ള ഹിപ്പിൻ്റെ അവിടെയുള്ള അളവിലും 1-2 ഇഞ്ച് അധികം നമ്മൾ താഴ്ഭാഗത്തേക്ക് കൊടുക്കുമ്പോഴാണ് അത് കോണ് പോലെ വളഞ്ഞിട്ടോ അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 ഇഞ്ച് മാത്രം താഴ്ഭാഗത്ത് എക്സ്ട്രാ, ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്ട്രാ കൊടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് താഴത്തെ വശം, ഇതിപ്പോൾ ബാക്ക് സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് സൈഡിൽ ഡിസൈനാണ്, അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് സൈഡില്ല. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഒന്ന് ടേബിൾ മേൽ വിരിച്ച് വെച്ചിട്ട് കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കറക്റ്റാക്കി വെച്ചിട്ട് എത്ര മടക്കണം എന്ന് നോക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, കറക്റ്റാക്കി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വിടരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചുരിദാർ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഡിഫറൻസ് കാണാം. അത് കസ്റ്റമേഴ്സിനെ ആണെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് വല്ലാത്ത നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതെന്താ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ തോന്നും. നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പതിച്ചടിക്കലാണ്. അതിൻ്റെ അറ്റത്തിട്ടിട്ട് ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഡിസൈൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഫ്രണ്ട് സൈഡിൽ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒറ്റ സ്റ്റിച്ചിൽ ഇങ്ങനെ പോകാവുന്നതേ ഉള്ളൂ. ഇടക്ക് വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കേട്ടോ, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.